ക്ഷേമ പദ്ധതികൾക്കൊപ്പം നൂതന പദ്ധതികൾക്ക് മുൻഗണന നൽകി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 29.53 കോടി രൂപ വരവും 24.57 കോടി രൂപ ചെലവും 3.93 കോടി രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ CK ഹാരിസ് ആണ് അവതരിപ്പിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ CK ഹാരിസ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ സമാപനത്തിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളുമൊക്കെയായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വരികയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പെരിന്തൽമണ്ണയിൽ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട്, പെരിന്തൽമണ്ണക്കകത്ത് മുനിസിപ്പാലിറ്റിയിൽ ഒരു ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മുന്നേയുള്ള ഭരണസമിതി നടപ്പിലാക്കി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ വരാൻ പോകുന്ന ഈ ഭരണസമിതിയും വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകും. 2025-26 വർഷത്തെ നീക്കി ബാക്കി ഉൾപ്പെടെ ആകെ 29,53,63,110 രൂപയുടെ വരവ് 2026-27 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നു. ആയതിൽ ചെലവ് കഴിച്ച് 3,93,22,555 രൂപയുടെ മിച്ച ബജറ്റാണ് ഈ ഭരണസമിതി 2026-27 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉന്നമനത്തിനായി ചാലക ശക്തികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതിനായി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. സുസ്ഥിര വികസനം സ്വപ്നം കണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ബജറ്റ് ആരോഗ്യകരമായ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. 29.53 കോടി രൂപ വരവും 24.57 കോടി രൂപ ചെലവും 3.93 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഉൽപാദന പശ്ചാത്തല സേവന മേഖലകൾക്കായി 7,75,78,000 രൂപ നീക്കിവെച്ചു. പാർപ്പിടം, വയോജനം, വനിതാ ഘടക പദ്ധതികൾ, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകൾക്ക് ബജറ്റിൽ കൂടുതൽ ഊന്നൽ നൽകി. ആരോഗ്യം, ശുചിത്വം, കുടിവെള്ളം എന്നീ മേഖലകൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് വനിതകളെ പ്രാപ്തരാക്കുന്നതിന് വനിതാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂണിറ്റ്, ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം മുതൽ നിയമനം വരെ ഏകോപിത സംവിധാനമായി കരിയർ കണക്ട്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ്, വനിതാ ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങിയവ ബജറ്റിലെ പുതിയ പദ്ധതികളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഫേസ് കഫേ പോലുള്ള പുതിയ പദ്ധതികളും ബജറ്റ് പ്രകാരം കൊണ്ടുവരുമെന്നും പ്രസിഡന്റ് നജ്മ തബ്ഷീറ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പ്രാവശ്യത്തെ ബജറ്റ് ക്ഷേമത്തിന് മുൻതൂക്കം നൽകിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. വനിത, അതുപോലെ തന്നെ കുട്ടികളുടെയും ഭിന്നശേഷിക്കാരായ ആളുകളുടെയും ക്ഷേമത്തെ മുൻനിർത്തിയാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധങ്ങളായ പദ്ധതികൾ, സ്ഥിരമായി നമ്മൾ തുടർന്നു പോകുന്ന എല്ലാ പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടരുന്നതോടൊപ്പം തന്നെ പുതിയ നൂതനമായ ഐഡിയകളും പുതിയ പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബജറ്റ് ഭവന പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്നു എന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. 2 കോടിയോളം രൂപ ഭവന പദ്ധതിയിൽ വിലയിരുത്തുന്നുണ്ട്. വിശദമായ ബജറ്റ് ഇവിടെ അവതരണം നടക്കും. ഈ പ്രാവശ്യം ഈ കണക്ട് എന്ന പേരിൽ സ്ത്രീകളിലേക്ക്, സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്ന രൂപത്തിലുള്ള പദ്ധതികളും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ നാട്ടിലെ അംഗൻവാടി കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കലാമത്സരങ്ങളും അവരുടേതായ സ്കിൽ ട്രെയിനിങ്ങുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയും ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഒരു എക്കണോമിക് ഇൻകം ഉണ്ടാക്കുക എന്ന രൂപത്തിലുള്ള പദ്ധതികളും ഒക്കെ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടി ഫേസ് ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി തുടക്കം കുറിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികളിലൂടെയാണ് ഈ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകണം എന്ന് കരുതുന്നത്. സ്ഥിരം സമിതി ചെയർമാൻമാരായ പ്രബീന ഹബീബ്, പി സുബൈർ, ഇഫ്ര അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S രാജേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.